പഠിപ്പിച്ചു തന്നിട്ടില്ല. പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്ന അല്ലാഹ് ഏതാണ്? മാലിക്കുൽ മുലൂക്കായ ഖാലിഖുൽ മഖ്ലൂഖായ ഈ ലോകം മുഴുവൻ നശിച്ചു കഴിഞ്ഞാലും, ഈ പ്രപഞ്ചം മുഴുവൻ നശിച്ചു കഴിഞ്ഞാലും, ഈ ലോകത്തിന്റെ ഘടന മുഴുവൻ മാറിമറിഞ്ഞു കഴിഞ്ഞാലും, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ലോകമെല്ലാം നശിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ അതിനപ്പുറത്തേക്ക് നക്ഷത്രങ്ങളില്ല, സൂര്യനില്ല, ചന്ദ്രനില്ല, ഭൂമിയില്ല, കടലുകളില്ല, ആറുകളില്ല, കാടുകളില്ല, മാമലകളില്ല, പക്ഷികളില്ല, മൃഗങ്ങളില്ല, മനുഷ്യരില്ല, നാഗരികതകളില്ല, ആവേശങ്ങളില്ല, ആഹ്ലാദങ്ങളില്ല, കൊട്ടിഘോഷങ്ങളില്ല. എല്ലാം നിശ്ചലമായി കഴിഞ്ഞാലും വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അവശേഷിക്കുന്നതാണ്, ആ നാഥൻ അവശേഷിക്കുന്നതാണ്. ആ നാഥനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്താണ്? ഏതാനും സഹാബികൾ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, റബ്ബുനാ ഖരീബുൻ ഫനുനാദി അം ബഈദ്, റബ്ബുനാ ഖരീബുൻ ഫനുനാജി അം ബഈദുൻ ഫനുനാദി. അല്ലയോ റസൂലേ, എവിടെയാണ് ഞങ്ങളുടെ രക്ഷിതാവ്? എവിടെയാണ് ഞങ്ങളുടെ നാഥൻ? അവൻ വിദൂരതയിലാണോ? ഫനുനാദി എങ്കിൽ അവനെ ഞങ്ങൾക്ക് വിളിക്കേണ്ടതുണ്ട്, വിളിച്ചു പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അം ഖരീബുൻ, അതല്ല ഞങ്ങളുടെ അടുത്താണോ, സമീപസ്ഥനാണോ? ഫനുനാദി, ഞങ്ങളുടെ രക്ഷിതാവിനോട് ഞങ്ങൾക്ക് സ്വകാര്യം പറയേണ്ടതുണ്ട്, ഞങ്ങൾക്ക് രഹസ്യം പറയേണ്ടതുണ്ട്. ഞങ്ങളുടെ ഹൃദയത്തെ മതിക്കുന്ന വേദനകളും വ്യതകളും അവന്റെ മുന്നിൽ കരഞ്ഞു പറയേണ്ടതുണ്ട്. ഈ ചോദ്യത്തിന് മറുപടി നൽകിയത് ലോകത്തിന്റെ രക്ഷിതാവാണ്, അല്ലാഹുവാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയാണ്, ആയത്തിറങ്ങുകയാണ്. എന്താണ് ആയത്ത്? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ ഫല്യസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. പ്രവാചകരെ, എന്നെ കുറിച്ച് എന്റെ അടിമകൾ താങ്കളോട് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം, നബിയെ, ഫഇന്നി ഖരീബ്, ഞാൻ സമീപസ്ഥനാണ്, ഞാൻ വളരെ അടുത്തവനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, വേദനിക്കുന്നവൻ വേദനയോടാ വേദനയുടെ തേട്ടം എന്നിലേക്ക് തിരിച്ചാൽ അവന്റെ തേട്ടത്തിന് ഞാൻ മറുപടി നൽകുന്നതാണ്. ഫല്യസ്തജീബൂ ലി, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഉത്തരം നൽകുക. വൽയുഅ്മിനൂ ബി, എന്നിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുക. അല്ലാഹുവിന്റെ വാക്കുകളാണ്. സൂറത്തുൽ ഖാഫിലൂടെ അല്ലാഹ് പറയുകയാണ്, വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. നാമാണ് മനുഷ്യനെ പടച്ചത്, അവന്റെ ഇന്ദ്രിയങ്ങളെ നിർണയിച്ചത് നാമാണ്. കാണാനുള്ള കണ്ണും കേൾക്കാനുള്ള ചെവിയും പ്രവർത്തിക്കാനുള്ള കൈകളും നടക്കാനുള്ള കാലുകളും ചിന്തിക്കാനുള്ള തലച്ചോറും മിടിക്കുന്ന ഒരു ഹൃദയവും പ്രവർത്തിക്കുന്ന രണ്ട് കിഡ്നികളും കരളും അവന് നൽകിയത് നാമാണ്. അവന്റെ ശരീരത്തെ വിധാനിച്ചത് നാമാണ്. അവന്റെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ ഉണ്ടാകുന്ന മന്ത്രങ്ങളും വേദനകളും വ്യസനങ്ങളും അറിയുന്നവൻ നാമാണ്. അവന്റെ ഖണ്ഡനാടിയേക്കാളടുത്ത് അവന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ഞാനെന്ന് റബ്ബ് നമ്മളോട് പറയുകയാണ്. ലോകത്തിന്റെ രക്ഷിതാവ് നമ്മളോട് പറയുകയാണ്. മഹല്ലിന് വേണ്ടാതായി, നാട്ടുകാർക്ക് വേണ്ടാതായി, സുഹൃത്തുക്കൾക്ക് വേണ്ടാതായി, കുടുംബക്കാർക്ക് വേണ്ടാതായി, ഒരു കാലത്ത് എല്ലാവർക്കും വേണ്ടി ഓടി നടന്നിരുന്ന മനുഷ്യൻ കേവലം ഒരു കട്ടിലിന്റെ മുകളിൽ ഒതുങ്ങിക്കഴിയുന്ന കാലഘട്ടം വന്നാൽ, കേവലം ഒരു മനുഷ്യക്കോലമായി മാറിക്കഴിഞ്ഞാൽ, ആരാരും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ, ആരാരും പരിഗണിക്കപ്പെടാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ, അവന്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന നൊമ്പരം മനസ്സിലാക്കാൻ ഒരുപക്ഷെ കൂടെ കിടക്കുന്ന ഭാര്യയ്ക്ക് കഴിയില്ല, ഒരുപക്ഷെ പോറ്റി വളർത്തിയ താലോലിച്ചാരംഭിച്ച് വളർത്തിയ മക്കൾക്ക് കഴിയില്ല, ഉറ്റ സുഹൃത്തിന് കഴിയില്ല. പക്ഷേ ആകാശങ്ങൾക്ക് അധിപനായ പടച്ചതമ്പുരാൻ ആ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ നിന്ന് വേദനയോടെ യാ റബ്ബി എന്ന് വിളിക്കുമ്പോ, യാ അബ്ദി, എന്റെ അടിമേ എന്ന് തിരിച്ചു വിളിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്.
അറിയാൻ, നമ്മുടെ ഹൃദയത്തിന്റെ വേദനകൾ അറിയുന്നവൻ അല്ലാഹുവാണ്, നമ്മുടെ ഹൃദയത്തിന്റെ പ്രയാസങ്ങൾ അറിയുന്നവൻ അല്ലാഹുവാണ്, നമ്മുടെ മനസ്സിന്റെ നൊമ്പരങ്ങൾ അറിയുന്നവൻ അല്ലാഹുവാണ്. ആ റബ്ബ് നമ്മോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, അല്ലാഹുവിന്റെ അടിമക്ക് അവൻ മതിയായവനല്ലേ, പടച്ച റബ്ബിന്റെ അടിമക്ക് അവൻ മതിയായവനല്ലേ, അന്നം നൽകുന്ന, ഭക്ഷണം നൽകുന്ന, വസ്ത്രം നൽകുന്ന, ചിന്തിക്കാനുള്ള ബുദ്ധി അവന് നൽകിയ ലോകത്തിന്റെ രക്ഷിതാവ് അവന് മതിയായവനെ അല്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് ചോദിക്കുകയാണ്. 5 വഖ്ത് നമസ്കാരത്തിലും ഓരോ മുസ്ലിമും പാരായണം ചെയ്യുന്നത് എന്താണ്? റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ എന്റെ രക്ഷിതാവ്. അള്ളാന്റെ സിഫത്താണ്. അള്ളാഹ് വളരെ അടുത്തവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്, കാരുണ്യവാനാണ്, പാപം പൊറുക്കുന്നവനാണ്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നമ്മോട് പറയുന്നത്? അവനെ വിളിക്കാൻ വേണ്ടിയാണ്, അവനോട് ദുആ ചെയ്യാൻ വേണ്ടിയാണ്, അവനോട് സഹായമർത്ഥിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പശ്ചാത്താപത്തിന്റെ വിശാലതയെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചെന്നില്ലേ? ഉഹുദിന്റെ രണാങ്കണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൺമുന്നിൽ ഒരു വല്ലാത്തൊരു സംഭവം ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഓരോ മുസ്ലിമും അങ്ങേയറ്റത്തെ വേദനയോടുകൂടി കേൾക്കുന്ന ഒരു ചരിത്രം. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചു പിളർന്നുകൊണ്ട് ഹിന്ദിന്റെ മുന്നിൽ കാഴ്ചവെച്ച വഹ്ഷി എന്ന് പറയുന്ന ഒരടിമ. ആ രംഗം സഹോദരങ്ങളെ, ഉഹുദിന്റെ ചരിത്രത്തിൽ വായിച്ചു നോക്കുന്നത് നല്ലതാണ്. പ്രവാചകൻ കണ്ടു ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം. ആ ചെവി നഷ്ടപ്പെട്ട്, കണ്ണ് നഷ്ടപ്പെട്ട്, കാത് നഷ്ടപ്പെട്ട് വികൃതമാക്കപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം പ്രവാചകൻ കണ്ടതാണ്. കാലങ്ങൾക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്നിട്ട് ഇസ്ലാം സ്വീകരിക്കാൻ നിൽക്കുന്ന വഹ്ഷിയുടെ മുഖത്ത് നോക്കാൻ പ്രവാചകന് കഴിഞ്ഞില്ല. ബുദ്ധിമുട്ടായി, പ്രയാസമായി. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ടു. പടച്ച തമ്പുരാൻ പറഞ്ഞു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. പ്രവാചകരെ, സ്വന്തങ്ങളോട് അക്രമം ചെയ്തുകൊണ്ട് താങ്കളുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കണം നബിയെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടാൻ പാടില്ല, അല്ലാഹുവിന്റെ റഹ്മത്തിന് നിരാശപ്പെടാൻ പാടില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, നിശ്ചയം പടച്ച തമ്പുരാൻ എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. ആ പാപത്തിന്റെ ആധിക്യം ആകാശത്തോളമായാലും ശരി, കടലിന്റെ തിരമാലകൾക്ക് സമാനമായാലും ശരി, മരുഭൂമിയുടെ മണൽത്തരികൾക്ക് സമാനമായാലും ശരി, ആത്മാർത്ഥമായി ഉയരുന്ന കൈകളെ തട്ടിക്കളയാൻ റബ്ബ് തയ്യാറാവില്ല. അള്ളാന്റെ പശ്ചാത്താപത്തെ കുറിച്ച് പറഞ്ഞതാ. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അള്ളാന്റെ പശ്ചാത്താപത്തിലേക്ക് നിങ്ങൾ ഓടിയെടുക്കണേ. എന്തിനാണ് അള്ളാന്റെ പശ്ചാത്താപവും അള്ളാനോട് തേടേണ്ടതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നത്?